ഈ പ്രൈവറ്റ് ബസ്സിന്റെ മുന്നിൽ കയറി ഓടുന്നൊരു സ്വഭാവമുണ്ട്. പ്രൈവറ്റ് ബസ്സുകാർ വളരെ പുതിയ വണ്ടികളായിരിക്കും, അവർ മത്സരിച്ചോടാൻ തയ്യാറാണ്. പക്ഷെ നമ്മുടെ ഡ്രൈവർമാർ അതിന് മത്സരിച്ചോടാൻ തയ്യാറല്ല, മത്സരിച്ചോടിയ അപകടം ഉണ്ടാകും. അതുകൊണ്ട് ആദ്യം തന്നെ ഒരു പോളിസി, ഞാൻ മന്ത്രിയായിട്ട് വന്നപ്പോൾ ഒരു തീരുമാനമെടുത്തു, ഈ പ്രൈവറ്റ് ബസ്സിന്റെ തലയ്ക്ക് ഓടുന്ന പരിപാടി നമുക്ക് നിർത്താം. അവരൊരു ബിസിനസ്സാണ്, അവർ ടാക്സ് അടയ്ക്കുന്നവരാണ്, അവരത് നടത്തട്ടെ. നമുക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഏറ്റവും പാവപ്പെട്ടവരും സാധാരണക്കാരും താമസിക്കുന്ന മലയോര മേഖലകളടക്കം പുതിയ ബസ് വാങ്ങിക്കൊണ്ട് ചെറിയ ബസ് വാങ്ങി നമ്മൾ ഓടിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ കളക്ഷൻ നടത്തി. ഈ കളക്ഷൻ നടത്തിയതിന്റെ രഹസ്യം എന്ന് പറയുന്നത് ഈ അനാവശ്യമായ അൺഹെൽത്തി കോമ്പറ്റീഷന് പോകേണ്ട എന്നുള്ള തീരുമാനമാണ്. അവരും പൈസ ഉണ്ടാക്കുന്നു, അവർ ടാക്സ് അടയ്ക്കുന്നു, അവർ ജീവിക്കുന്നു, നമ്മളൊരു സൈഡിൽ കൂടെ മുന്നേറുന്നു. നമുക്ക് അതിന്റെ മനുഷ്യനെ നാഷണലൈസ് ചെയ്ത റൂട്ടുകളുണ്ട്. ഒരു പ്രൈവറ്റ് ബസ്സോ ഒരു KSRTC ബസ്സോ ഒന്നും പോകാതെ മനുഷ്യന് ബുദ്ധിമുട്ടുന്ന റൂട്ടുകളിലേക്ക് നമ്മൾ ഷിഫ്റ്റായി. കുറെ ലോക്കൽ റൂട്ടുകൾ അങ്ങോട്ട് ഷിഫ്റ്റ് ആയപ്പോൾ നമുക്ക് ലോക്കൽ ബസ്സുകളിൽ നല്ല കളക്ഷൻ വരികയാണ്. ഈ പ്രൈവറ്റ് ബസ്സുകൾ ഓടുന്ന സ്ഥലത്ത് ഈ KSRTC ബസ് ഓടാതിരിക്കുക അതൊരു നയമായിട്ട് പറയുന്ന പോലെ തോന്നി. അങ്ങനെ വന്നാൽ അത് വലിയ പ്രയാസങ്ങളുണ്ടാകും. അൺഹെൽത്തി കോമ്പറ്റീഷൻ പാടില്ല എന്ന് പറയുന്നത് ശരിയാണ്, അത് ഒഴിവാക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ സാധാരണഗതിയിൽ ഇന്ന് കേരളത്തിൽ ധാരാളം പ്രൈവറ്റ് ബസ്സുകൾ ഓടുന്ന റൂട്ടിലും KSRTC ബസ്സുകൾ ഓടുന്നുണ്ട്. അവിടെ നിന്നെല്ലാം KSRTC ബസ്സുകൾ പിൻവലിക്കുക എന്നൊരു നയം നമ്മുടെ ഗവൺമെൻറ്റിന് സ്വീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അത് ആ തരത്തിലേക്ക് പോയാൽ അത് വിഷമായി മാറുന്നതുകൊണ്ടാണ് അത് വ്യക്തമാക്കുന്നത്. പ്രൈവറ്റ് ബസ്സുമായി അൺഹെൽത്തി കോമ്പറ്റീഷൻ ആണ്. പ്രൈവറ്റ് ബസ് ഓടുന്ന എല്ലാ സ്ഥലത്തും മാറുന്ന പ്രശ്നമേ ഇല്ല. ഈ പ്രൈവറ്റ് ബസ് ഓടുന്ന സ്ഥലത്തെല്ലാം നമ്മൾ വണ്ടി ഓടുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞത് തീരെ വണ്ടിയില്ലാത്ത സ്ഥലങ്ങളിലേക്ക് നമ്മൾ വണ്ടികൾ ഓടിച്ചപ്പോൾ കളക്ഷൻ കിട്ടി. ഇവരുമായി മത്സരിച്ച് ലോക്കൽ ബസ്സുകളൊക്കെ ഇങ്ങനെ മത്സരിക്കാം. ആ മത്സരത്തിൽ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റാതെ വന്നുകൊണ്ടാണ്. കാരണം അതിനകത്ത് എല്ലാ സ്ഥലത്തും മാറിക്കൊടുക്കുമെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെ എല്ലാ സ്ഥലത്തും മാറിക്കൊടുക്കത്തില്ല. കാരണം പ്രൈവറ്റ് ബസ്സിന്റെ കുത്തകകൾ തകർത്തുകൊണ്ടാണ് KSRTC മുന്നേറുന്നത്. നമ്മുടെ ബാംഗ്ലൂർ ബസ്സൊക്കെ പോകുന്ന ബസ്സുകളിൽ പ്രൈവറ്റ് ബസ്സിന് കിട്ടുന്നതിനേക്കാളും വലിയ കളക്ഷനാണ് നമുക്ക് കിട്ടുന്നത്.